കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടും അപ്പോൾ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തു എന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പള്ളിയിലച്ചനാണ്. രേണു സുധീന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം രേണുവിന് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഭൂമി, സ്വന്തം കുടുംബസ്വത്തിലെ ഒരല്പം ഭൂമി ദാനം ചെയ്ത ഒരു പള്ളിയിലച്ചനാണ്, ഒരു പാവം പള്ളിയിലച്ചൻ. ആ പള്ളിയിലച്ചനാണ് രേണുവിന് ആ ഒരു ഭൂമി ദാനം ചെയ്തത്. പള്ളിയിലച്ചൻ പറയുന്നുണ്ട്, ആ 2 അനാഥ മക്കളെ ആലോചിച്ചിട്ടാണ് ഞാൻ ആ ഭൂമി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് നാണക്കേടിന്റെ പക്കമായി അദ്ദേഹത്തിന്റെ കുടുംബക്കാരും മുഴുവൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ആക്ഷേപിക്കുകയാണ്, കളിപ്പിക്കുകയാണ്. ആ രീതിയിൽ ഈ പള്ളിയിലച്ചനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ അലക്കാനുള്ള ഒരു കാരണം പറയുന്നത്, രേണു സുധി ഏതോ ഷൂട്ടിങ്ങിനോ മറ്റോ പോയിരുന്നു. അപ്പൊ ആ സ്ഥിരം ഭാവത്തിൽ അവിടെ കുത്തിരിക്കുമ്പോഴാണ് ഏതോ ചാനൽ പ്രവർത്തകർ വന്നിട്ട് ചോദ്യം ചോദിച്ചത്. ആ ചോദ്യത്തിന് രേണു പറയുന്ന ഒരു ഉത്തരവുണ്ട്, ആ ചോദ്യമുണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ആ പള്ളിയിലച്ചനെ ഇത്രയധികം നാണക്കേടിലേക്ക് എത്തിച്ചത്. കേട്ടോ? ലൈംലൈറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൂടാ, സെയിൽ ചെയ്യുമോ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെല്ലാം വന്ന് മേടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവർ വില പറഞ്ഞു. ഇത് വളരെ വൃത്തിയായിട്ടുള്ള ഉത്തരമാണെന്ന് പറയേണ്ടി വരും. വളരെ ടാക്ടിക്സ് ആയിട്ടാണ് ഇവിടെ രേണു സുധി ഉത്തരം പറയുന്നത്. അങ്ങനെ സുധിച്ചേട്ടന്റെ പേരിൽ ഒരു സ്ഥലം തന്നു വെച്ചിട്ട് ആ പാവം പള്ളിയിലച്ചന്റെ മറ്റു ഭൂമികളെല്ലാം വളരെ പെട്ടെന്ന് വിറ്റുപോയി എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും ശരിയല്ല, അത്തരം ചോദ്യമൊന്നും ശരിയല്ല എന്ന രീതിയിൽ കൃത്യമായിട്ട് രേണു ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം ഉണ്ടല്ലോ, അതായത് സുധിച്ചേട്ടന്റെ ഭാര്യയ്ക്ക് രേണുവിന് ഭൂമി ദാനമായി നൽകിയോട് കൂടിയിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭൂമിയെല്ലാം ഈ പള്ളിയച്ചന് വളരെ ഈസി ആയിട്ട് വളരെ വലിയ വിലയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ പ്രശസ്തി ഉണ്ട് രേണു സുധിക്ക്. അതിന്റെ ഭാഗമായിട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയത്. അപ്പൊ ആ സ്ഥലം കൊടുത്തു തന്നെ, ഒരു 7 സെന്റ് കൊടുത്തു തന്നെ ദാനമായിട്ടാണ് കൊടുത്തതെങ്കിലും അത് പള്ളിയിലച്ചന്റെ ഒരു അടവായിരുന്നു. എന്താണ് അടവ്? മറ്റു സ്ഥലങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് വിറ്റുപോകാൻ വേണ്ടിയിട്ടുള്ള പള്ളിയിലച്ചന്റെ അടവാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു ചാനൽ പ്രവർത്തനം ചോദിച്ചത്. ഈ ഒരു ചോദ്യം പള്ളിയിലച്ചനെ നല്ലതുപോലെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം പള്ളിയിലച്ചൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെ സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബിൽ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത, ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അദ്ദേഹം പോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത്. ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. എങ്ങനെയുണ്ട്? വളരെ വൃത്തിയായിട്ട് പള്ളിയച്ചൻ കാര്യം പറയുന്നുണ്ട്. കാരണം ഇയാളെ സ്വന്തം ഇഷ്ടത്തിനാണ്ട് ഇത് കേട്ട വഴിക്ക് നൽകുകയല്ല. കാരണം ഈ മനുഷ്യനെ അറിയില്ല, ഈ സുധിയൊന്നും ഈ പള്ളിയച്ചനെ അറിയില്ല, നേരിട്ട് കണ്ടിട്ട് പോലില്ല. ഇതിന് ശേഷം മാത്രം അതിന്റെ കോമഡി പ്രോഗ്രാം ഒക്കെ കാണുന്നത്. എന്തായാലും അത് അങ്ങനെ കിടക്കട്ടെ. എന്തായാലും ആ ശ്രീകണ്ഠൻ നായരൊക്കെ അത്ര റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പാവം കൊടുത്തത്. ഇത് കൊടുത്തതിന്റെ പേരിൽ, അതായത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ സ്ഥലം കൊടുത്ത് മറ്റു സ്ഥലങ്ങളൊക്കെ വിൽപ്പന നടത്താനായിരുന്നുവെങ്കിൽ അത് ശരിയാണെന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഇത് അതല്ല. ശ്രീകണ്ഠൻ നായർ റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ പാവം പള്ളിയച്ചനെ കൊടുത്തത്. അയാൾ ഉള്ളിൽ നന്മ ഉള്ളതുകൊണ്ട് കൊടുത്തതാണ്, അല്ലാതെ മറ്റു സ്ഥലങ്ങൾ വിൽക്കാൻ വേണ്ടി കൊടുത്തതല്ല. പക്ഷെ ഇപ്പൊ പ്രചരിക്കുന്നത് വേറെ തിരിച്ചാണ്.
ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈൻ ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കുന്നതും എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അടിപൊളി. രേണുസുതി വളരെ മാന്യമായിട്ട് തന്നെയാണ് അതിന് ഉത്തരം കൊടുത്തത്. രേണുസുതിന് കൊടുത്തേക്ക് ഈ പള്ളിയച്ചനൊട്ട് വിഷമമില്ല. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ വരുന്നതിലാണ് പള്ളിയച്ചൻ വലിയ വിഷമമുള്ളൂ. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരു സ്ഥലം അയാളെ നന്മ കൊണ്ട്, അതും ചില ആൾക്കാർ റിക്വസ്റ്റ് വന്നുകൊണ്ട് മാത്രം കൊടുക്കുന്നു. ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ചോദിക്കുന്ന ഈ അപരാധങ്ങൾക്ക് അറിയില്ലല്ലോ. അവരൊക്കെ എന്തെങ്കിലും കൊണാപ്പിച്ച് ചോദിക്കും. പക്ഷെ രേണുസുതി അതിന് വളരെ വൃത്തിയായിട്ടുള്ള ഉത്തരം തന്നെ നൽകിയെന്ന് പള്ളിയച്ചൻ നല്ല ബോധ്യമുണ്ട് കേട്ടോ. ആ ഒരു പ്രശ്നമൊന്നും രേണുസുതിയുമായിട്ടും പള്ളിയച്ചന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ, എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യം ഞാൻ ഈ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും, കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ. ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പണായിട്ട് പറയാം, കൊല്ലം ശ്രുതിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടായെങ്കിൽ, എന്ത് നേട്ടം? എനിക്ക് വയസ്സ് 47 പ്രായം, എന്തോ ഇനിയൊരു കല്യാണം കഴിക്കണം എനിക്ക്. അത് വൃത്തിയായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം ഞാനിപ്പോഴാണ് ഈ ഒരു പള്ളിയച്ചനെ പറ്റി അറിയുന്നത്. രേണുസുതിന് സ്ഥലം കൊടുത്ത് പള്ളിയിലച്ചൻ എന്നുള്ളത് ഞാൻ കുറെ നെറ്റിലൊക്കെ തപ്പി നോക്കി, എന്നിട്ട് കാണാനൊന്നുമില്ല. എന്താ രേണുസുതിന് സ്ഥലം കൊടുത്ത പള്ളിയച്ചൻ രീതിയിലുള്ള പേരുകളൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്തിലൊക്കെ വളരെ പ്രശസ്തിയൊക്കെ കിട്ടണം, ഇയാളുടെ മേടയിൽ തന്നെ എന്തിലൊക്കെ വളരെ ഉന്നത സ്ഥാനമൊക്കെ കിട്ടണം. ഇയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഈ പാവം പറയുന്നത് ആ കൊടുത്തതിന് ശേഷം ഇയാൾക്ക് അപമാനം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അമ്മാതിരി പ്രവർത്തനങ്ങൾ രേണു നടത്തുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം. ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്ററുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 46 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? എന്റെ അമ്മ ഒരു പ്രായം 73 വയസ്സുള്ള ഒരു മദറുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത്? ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചു. ഞാനിവിടെ 1 ഏക്കർ ഭൂമി അല്ലാതെ 7-10 കുടുംബങ്ങൾക്ക്, അനാഥമായിട്ട് കിടക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ 1 ഏക്കർ ഭൂമി നൽകി. 3 സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക്, ഒരു 10ഓളം കുടുംബങ്ങൾക്ക് അത് എഴുതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രമില്ലായിരുന്നു, അതിന് 5 സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പണിത് കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴിയില്ലായിരുന്നു, 27 സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ, മറിച്ച് ഞാൻ US നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, പല വേദനകളിൽ ഇരിക്കുന്നുണ്ട്. അവര് ഇവിടുത്തെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ 9ാം വാർഡിൽ 3 സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ണായ സ്ഥലം ഞാൻ നൽകി. അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലാതെ കൊല്ലം സുജിയുടെ 2 മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ പുച്ഛമല്ലാതെ വെറും പുച്ഛമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാനിത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു. അതും അറിയാത്ത കുറച്ച് വ്യക്തികൾ വന്നു, ഈ സ്ത്രീ എവിടെങ്കിലും വന്നിരിക്കുന്നുടനെ അവന്റെ യൂട്യൂബിന് എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ അവന്റെ യൂട്യൂബിന് 10 വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വ്യക്തികളെ കഴിവാരി തേച്ചുകൊണ്ടുള്ള സംസാരം. ഞാൻ ആ വ്യക്തിയെ കാണുവാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം താല്പര്യപ്പെടുകയാണ്. അടിപൊളി കേസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. പള്ളിയിലച്ചൻ എല്ലാവിധ ആശംസകളും തരുന്നു, എല്ലാവിധ എന്താ പറയാ മനസ്സുകൊണ്ട് നിങ്ങളൊപ്പം നിൽക്കുന്നു ഞാൻ പറയട്ടെ. കാരണം ഇമാതിരി കുറെ സോഷ്യൽ മീഡിയ വാണങ്ങളുണ്ട്, എന്തെങ്കിലും ഇത്തരം അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിൽ ഉത്തരങ്ങൾ കിട്ടുക തന്നെ വേണം. എന്തായാലും ഈ പള്ളിയച്ചനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് അറിയുക തന്നെ വേണം. കാരണം ഇതുവരെ ഒരാൾക്കും അറിയില്ല. നമുക്ക് ഒരു അമ്പലം പണിത് കൊടുത്ത പള്ളിയച്ചനാണ്. ഇത്ര വേറൊരു SNDP യോഗ സ്ഥലത്തേക്ക് ഒരു വഴി 22 സെന്റ് കൊടുത്ത സ്ഥലമാണ്, ഒരു മനുഷ്യനാണ്. 1/2 ഏക്കർ ഭൂമി ഒരു 13-14 വീട്ടുകാർക്ക്, ദരിദ്രരായിട്ടുള്ള വീട്ടുകാർക്ക് 3 സെന്റ് 4 സെന്റ് വെച്ചിട്ട് വീട് വെക്കാൻ വേണ്ടി കൊടുത്ത മനുഷ്യനാണ്.
ഈ ഒരു മനുഷ്യനെ വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ കേരളം അറിയുന്നതിന് പകരമായിട്ട് രേണു സുധീന് സ്ഥലം കൊടുത്തിട്ട് മറ്റു സ്ഥലങ്ങൾ വരെ ഈസി ആയിട്ട് വിറ്റ മനുഷ്യൻ എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്നത് തെണ്ടിത്തരമാണ്, തന്തയില്ലായ്മയാണ്. അമ്മാതിരി തന്തയില്ലായ്മ ഒരു ചാനലും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും പള്ളിയിലച്ഛനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകണം. മാനനഷ്ടത്തിന് ആ ചാനലിനെതിരെ കേസ് കൊടുക്കുകയും പരമാവധി പൈസ വാങ്ങിച്ചെടുക്കുകയും ഇമാതിരി ചോദ്യങ്ങൾ ഇനി ഒരു ചാനലും ചോദിക്കാത്ത രീതിയിൽ മാറ്റുകയും വേണമെന്നുള്ളതാണ്. എന്തായാലും ഇതാണ് അവസ്ഥകളൊക്കെ. ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അത് നേരെ തിരിച്ചു പോകുന്ന രീതിയിലൊക്കെ സംഗതി ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബൈ.